പാണക്കാട് സാദിഖ് അലി തങ്ങളെ അധിക്ഷേപിച്ചു എന്ന ആരോപണത്തിൽ സമസ്തയ്ക്ക് വിശദീകരണം നൽകി ഉമർ ഫൈസി. പ്രസംഗം പാണക്കാട് തങ്ങളെ ഉദ്ദേശിച്ചല്ലെന്നും മാധ്യമങ്ങൾ വളച്ചൊടിച്ചെന്നുമാണ് വിശദീകരണം. 2 ആഴ്ച മുമ്പാണ് സമസ്ത വിശദീകരണം ചോദിച്ചത്. ബുധനാഴ്ച ചേരുന്ന മുഷാവറ യോഗം ഉമർ ഫൈസിയുടെ മറുപടി പരിശോധിക്കും. ഉമർ ഫൈസിക്കെതിരെ നടപടി വേണമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ലീഗ് അനുകൂല വിഭാഗം. ദീപക് മലയമ്മ നമുക്കൊപ്പം ചേരുന്നു. ദീപക് മലയമ്മ, ഈ ഖാസിമാരുമായി ബന്ധപ്പെട്ട് നടത്തിയ ആ പരാമർശം നമ്മളടക്കം റിപ്പോർട്ട് ചെയ്തിരുന്നതാണ്. അതിൽ അദ്ദേഹം എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്നുള്ളതും വളരെ വ്യക്തവുമാണ്. എന്നാൽ ഇപ്പോൾ സമസ്തയ്ക്ക് നൽകിയിരിക്കുന്ന വിശദീകരണത്തിൽ മാധ്യമങ്ങൾ വളച്ചൊടിച്ചു എന്നാണ് ഉമർ ഫൈസി പറയുന്നത്. ഇപ്പോൾ മുഷാവറ യോഗത്തിൽ ഉമർ ഫൈസിക്കെതിരെ നടപടി വേണമെന്ന് ലീഗ് അനുകൂല സമസ്ത വിഭാഗം നിലപാടെടുക്കാൻ സാധ്യതയുണ്ടോ ദീപക്? അരുൺകുമാർ, വെരി ഗുഡ് മോർണിംഗ്. അത്തരത്തിൽ ലീഗ് അനുകൂല വിഭാഗം ഉമർ ഫൈസിക്കെതിരെ കർശന നടപടി വേണം എന്നുള്ള നിലപാടിൽ തന്നെ തുടരുകയാണ്. കാരണം കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുൻപ് എടവണ്ണപ്പാറയിലെ ഒരു പരിപാടിയിലാണ് ഇത്തരത്തിൽ ഒരു വിവാദ പരാമർശം ഉമർ ഫൈസിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. പക്ഷേ അതിൽ സാദിഖ് അലി തങ്ങളുടെ പേരുൾപ്പെടെ ഒന്നും പറഞ്ഞിട്ടില്ല എന്നുള്ള നിലപാട് പിന്നീട് ഉമർ ഫൈസി സ്വീകരിക്കുകയും ചെയ്തു. അതേ തുടർന്ന് അദ്ദേഹം ഒരു പ്രതിരോധം തീർത്തത് അങ്ങനെയായിരുന്നു. പക്ഷേ കൃത്യമായ പ്രസംഗത്തിൽ ആരെയാണ് ഉന്നം വെച്ചിരിക്കുന്നതെന്നും എന്താണ് പറഞ്ഞിരിക്കുന്നതെന്നും നമുക്ക് കൃത്യമായ ബോധ്യമുള്ളതാണ്. അതിൽ പ്രധാനമായും പറഞ്ഞിരുന്നത് ഇസ്ലാമിക നിയമങ്ങൾ അനുസരിച്ചാണ് ഖാസിമാരെ നിയമിക്കേണ്ടത്. ഒപ്പം തന്നെ ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ അത് പരിഹരിക്കുന്നതിനുതകുന്ന വിവരം വേണം എന്നതടക്കമുള്ള കാര്യങ്ങൾ ഉമർ ഫൈസി പറയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പിന്നീട് അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടപ്പോഴൊക്കെ പറഞ്ഞത് സാദിഖ് അലി തങ്ങളെ താൻ ഉദ്ദേശിച്ചിട്ടില്ല എന്നുള്ള നിലപാട് സ്വീകരിക്കുകയും ചെയ്തു. പിന്നീട് അത് വലിയ വിവാദത്തിലേക്ക് പോവുകയും ആരോപണ പ്രത്യാരോപണങ്ങളിലേക്കൊക്കെ കടക്കുകയും ചെയ്തു. സംസ്ഥയ്ക്കകത്ത് തന്നെ 2 വിഭാഗങ്ങളായി ഈ കാര്യത്തിൽ വിയോജിപ്പുകൾ രേഖപ്പെടുത്തുന്ന സാഹചര്യമൊക്കെ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതേ തുടർന്നാണ് മുഷാവറ ഉമർ ഫൈസിയോട് ഒരു വിശദീകരണം തേടിയത്. ആ വിശദീകരണമാണ് ഇപ്പോൾ ഉമർ ഫൈസി നൽകിയിരിക്കുന്നത്. അതുപ്രകാരം പറയുന്നത് മാധ്യമങ്ങൾ അത് വളച്ചൊടിക്കുകയായിരുന്നു. സാദിഖ് അലി തങ്ങൾക്കെതിരെ താൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നുള്ള നിലപാടാണ് ഉമർ ഫൈസി സ്വീകരിക്കുന്നത്. ഈ ഒരു വിശദീകരണം തൃപ്തികരമാണോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ വിശദമായി ചർച്ച ചെയ്യുന്നത് അടുത്ത ബുധനാഴ്ച ചേരുന്ന മുഷാവറ യോഗമായിരിക്കും. ആ യോഗത്തിന് ശേഷമായിരിക്കും എങ്ങനെയാണ് ഇനി തുടർന്ന് മുന്നോട്ട് പോകേണ്ടത് എന്നുള്ളത് സംബന്ധിച്ചുള്ള ഒരു ആലോചനകളിലേക്ക് കടക്കുക എന്നുള്ളതാണ്. അതേസമയം തന്നെ ഏറ്റവും പ്രസക്തമായ കാര്യമെന്ന് പറയുന്നത് ഉമർ ഫൈസി നടത്തിയ പ്രസ്താവനയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തെ അനുകൂലിച്ച് നിരവധി പേർ ഇതിനോടകം തന്നെ രംഗത്തെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് മുസ്ലിം ലീഗ് അനുകൂല വിഭാഗത്തിന്റെ കർശന നടപടി വേണം ഉമർ ഫൈസിക്കെതിരെ എന്നുള്ള ആ ഒരു നിലപാടിനോട് പൂർണ്ണമായും മുഷാവറ യോജിച്ച് നിൽക്കുമോ എന്ന കാര്യത്തിൽ നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ പറയാൻ സാധിക്കുകയില്ല. മറിച്ച് ഒരു സമവായത്തിലൂടെ കാര്യങ്ങൾ പരിഹരിക്കുക എന്നതിലേക്ക് തന്നെയായിരിക്കും പോകുക എന്നുള്ളതാണ് നമ്മൾ കരുതുകയും ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു. ദീപക് മലയമ്മയാണ് വിവരങ്ങൾ നൽകിയത്. ഉമർ ഫൈസി ഇപ്പോൾ സമസ്തയ്ക്ക് കൊടുത്തിരിക്കുന്ന വിശദീകരണത്തിൽ തന്റെ പ്രസംഗം മാധ്യമങ്ങൾ വളച്ചൊടിക്കുകയായിരുന്നുവെന്നും തങ്ങൾ പാണക്കാട് തങ്ങൾക്കെതിരെയുള്ള ഒരു പ്രസ്താവനയായിട്ട് അതിനെ വ്യാഖ്യാനിക്കേണ്ടതില്ല എന്നുമാണ് നൽകിയിരിക്കുന്ന വിശദീകരണം. ഇനി മുഷാവറ യോഗത്തിൽ ഇത് ചർച്ച ചെയ്യും. ആ സമയത്ത് ലീഗ് അനുകൂല സമസ്തയിൽപ്പെട്ടവർ സ്വാഭാവികമായും ഉമർ ഫൈസിക്കെതിരെ നിലപാടെടുക്കണം അല്ലെങ്കിൽ ഒരു നടപടി വേണമെന്ന് ആവശ്യപ്പെട്ടേക്കാം എന്നാണ് ദീപക് മലയമ്മ റിപ്പോർട്ട് ചെയ്യുന്നത്.